शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। ॐ नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुगं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडकं वार्तिककारम् अन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। नमोऽस्तु ते व्यास विशालबुद्धे भुल्लारविन्दायतपत्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः। प्रपन्नपारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः।
സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഹർ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് അതൊന്ന് 6ാമത്തെ ക്ലാസ്സാണ്. ഏവർക്കും സുസ്വാഗതം. തിങ്കളാഴ്ച തുടങ്ങി, അതെ, ശനിയാഴ്ച 6ാമത്തെ ക്ലാസ്സാണ്. നാരായണ. നമ്മൾ ഭഗവത്ഗീത ധ്യാന ശ്ലോകം കണ്ടു, ധ്യാന ശ്ലോകങ്ങൾ കണ്ടു. അതിനുശേഷം ഇന്നലെ മഹാഭാരതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ തുടങ്ങി. എന്താണ് മഹാഭാരതം? എങ്ങനെയാണ് മഹാഭാരതത്തെ നമ്മൾ നോക്കി കാണേണ്ടത്? അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെറുമൊരു കഥാപുസ്തകമല്ല, ധർമ്മശാസ്ത്രമാണ്. ധർമ്മം ചര എന്ന വേദവചനത്തെ വ്യാഖ്യാനിക്കാനായിക്കൊണ്ട് യതോ ധർമ്മ തതോ ജയഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നിങ്ങളെ രക്ഷിക്കും എന്ന് മനുസ്മൃതിയിൽ മനു പറഞ്ഞു വച്ചിരിക്കുന്നു. നിങ്ങൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ രക്ഷിക്കപ്പെട്ട ധർമ്മം സ്വയം നിങ്ങളെ രക്ഷിക്കും. രക്ഷിതഃ ധർമ്മഃ
അസ്മാൻ രക്ഷതി, രക്ഷിക്കപ്പെടുന്ന ധർമ്മം. അപ്പൊ ധർമ്മം രക്ഷിക്കപ്പെടണം. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ രക്ഷിക്കേണ്ട കാര്യമില്ല, നമ്മുടെ രക്ഷ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രക്ഷ ധർമ്മം നോക്കിക്കോളും എന്നാണ്. നമ്മൾ രക്ഷിക്കേണ്ടത് ധർമ്മത്തെ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം തന്നെ അവനെ രക്ഷിക്കും. രക്ഷിതഃ ധർമ്മഃ ത്വാം രക്ഷതി. ആചാര്യൻ നമ്മളോട് ഉപദേശിക്കും പോലെ തന്നെ രക്ഷിതഃ ധർമ്മഃ ത്വാം രക്ഷതി. രക്ഷിക്കപ്പെട്ട ധർമ്മം നിന്നെ രക്ഷിക്കും, തീർച്ചയാണ്. അപ്പൊ അതാണ് മഹാഭാരതത്തിന്റെ ആശയം. ധർമ്മശാസ്ത്രമായിട്ട് വേണം പഞ്ചമവേദമായ മഹാഭാരതത്തെ നമ്മൾ കാണാൻ. മഹാഭാരതം അതിൽ നമ്മുടെ വേദോക്തമായ 2 പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മങ്ങൾ, അതായത് പ്രവൃത്തി, നിവൃത്തി, വേദത്തിൽ 2 പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും. അതിൽ നിവൃത്തി ധർമ്മത്തെക്കുറിച്ച് ധാരാളം പ്രസ്താവനകളുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലും സനൽ സുജാതീയത്തിലും അനുഗീതയിലും, അതുപോലെ മോക്ഷധർമ്മം മുതലായ ധർമ്മങ്ങൾ ഭീഷ്മരുടെ വചനങ്ങളിലൂടെയും അങ്ങനെ അനേക ഗീതകളിലൂടെയും നിവൃത്തിധർമ്മം ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിലും മഹാഭാരതത്തിന് മൊത്തത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രവൃത്തിധർമ്മത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ലോകവ്യാവഹാരിക ജീവിതത്തെ എങ്ങനെ ധാർമ്മികമായി നടത്തണം, അല്ലെങ്കിൽ എങ്ങനെ നടത്തിക്കൂടാ എന്ന് വ്യാഖ്യാനിക്കാനാണ് മഹാഭാരതം ഇത്രയും വിപുലമായി, ഇത്രയും എന്താ പറയുക, നാടകീയതകൾ നിറച്ചു വെച്ചുകൊണ്ട് എത്രയോ രംഗങ്ങൾ, മഹാഭാരതം എന്ന ഇതിഹാസത്തെ ബേസാക്കിക്കൊണ്ട്, അതിജീവിച്ചുകൊണ്ട് എത്ര കാവ്യങ്ങളും നാടകങ്ങളും നോവലുകളും കഥാസമാഹാരങ്ങളും ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എത്ര കവികൾക്കും സാഹിത്യകാരന്മാർക്കും പണ്ഡിതന്മാർക്കും അവരുടെ കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള അതിനുള്ളതായിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽ മഹാഭാരതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ആ മഹാഭാരതത്തിലെ പല കഥാസന്ദർഭങ്ങളെയും എടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഭാവനകളും കൂട്ടിച്ചേർത്ത് ഓരോരുത്തരും നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോവലുകളാവട്ടെ, അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ആഖ്യായികകളാവട്ടെ, അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ധർമ്മോപദേശങ്ങളെ മാത്രം എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ എത്ര വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാഭാരതം എന്ന സാഗരം ഒരു രത്നാകരം തന്നെയാണ്. നമ്മുടെ ഭാരതീയമായിട്ടുള്ള സാഹിത്യങ്ങൾക്ക് മുഴുവൻ ഒരു ബേസായിട്ടുള്ളൊരു രത്നാകരം. രണ്ടാമൂഴമൊക്കെ അതിലെ ഒരു ചെറിയൊരു തുള്ളി മാത്രമാണ്. അതുപോലെ എത്രയോ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് അതിനൊക്കെയുള്ള സാധ്യതകൾ വ്യാസൻ എല്ലാവർക്കും വിട്ടുകൊടുത്തു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ കഥ രചിച്ചോളൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് രചിച്ചു. പക്ഷേ അതൊക്കെ ശരിയാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ, അവരവരുടെ പ്രതിഭ ഉപയോഗിച്ചുകൊണ്ട് പല അവാർഡുകളും മേടിച്ചെടുത്തു. പല അവാർഡുകളും മേടിച്ചെടുക്കാൻ മഹാഭാരതം ബേസായി നിന്നു. എത്രയോ സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ചു. എത്രയോ അവാർഡുകൾ, ജ്ഞാനപീഠം മുതലായിട്ടുള്ള അവാർഡുകൾക്ക് പലരെയും അർഹരാക്കി.
വാസ്തവത്തിൽ അവർ പറഞ്ഞതൊന്നും ശരിയാണ് എന്നല്ല നമ്മൾ പറഞ്ഞതിൻ്റെ അഭിപ്രായം. എപ്പോഴാണോ അവർ ധർമ്മശാസ്ത്രങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിച്ച് ധർമ്മശാസ്ത്രത്തിനനുസരിച്ച് ഈ കഥകളെയോ കഥാപാത്രങ്ങളെയോ വ്യാഖ്യാനിച്ചിരുന്നുവെങ്കിൽ സമ്മതിക്കാമായിരുന്നു. അങ്ങനെയുള്ളത് വളരെ ചുരുക്കം. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ കഥാപാത്രങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചു. എന്താ പറയുക, വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ആ കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലൊരു, പലരെക്കുറിച്ചും നൊമ്പരമുണ്ടാക്കുന്നതായിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുകൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് അതൊന്നും മഹാഭാരതമായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല. അതൊന്നും മഹാഭാരതം അല്ല. വ്യാസന്റെ വിഷൻ, വ്യാസന്റെ ദർശനം, അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴേ അതിനോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അത് നീതി പുലർത്തണമെങ്കിൽ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ വെറുതെ ഓരോ സാഹചര്യങ്ങളെ വെച്ച് മാത്രം കഥാപാത്രങ്ങളെ ഊതി വീർപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. അപ്പൊ നമ്മൾ മഹാഭാരതത്തെ നോക്കി കാണേണ്ടത് അങ്ങനെ ഒരു നമ്മുടെ വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് വ്യാസൻ ഉദ്ദേശിച്ച മഹാഭാരതം. വ്യാസൻ നമ്മൾക്ക് നൽകിയ സന്ദേശം അതാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഇതാണ് ഗ്രഹിക്കേണ്ടത്, യഥോ ധർമ്മ തഥോ ജയ എന്ന്. അതൊക്കെ ശരി തന്നെ. രണ്ടാമൂഴം മഹാഭാരതത്തിന് ഒരു അപമാനം വാസ്തവം തന്നെയാണ്. ആ സാഹിത്യകാരനെ, അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക് സാമർഥ്യം, തൂലികാ സാമർഥ്യം, സാഹിത്യ വൈഭവം, അതിനെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതിലെ ആശയങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ആ രീതിയോ ആശയമോ നമുക്കൊന്നും സമ്മതമല്ല എന്ന് പറയാം. മഹാഭാരതത്തെക്കുറിച്ച് അടുത്ത കാലത്ത് നല്ലൊരു വിശകലനാത്മകമായിട്ടുള്ളൊരു പരമ്പര നമ്മുടെ അമൃത TV തുറവൂർ വിശ്വംഭരൻജി, പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻജി അവതരിപ്പിച്ചതാണ്. അതിൻ്റെ ശരിയായ രീതിയിലുള്ള അവതരണം. അത് കണ്ടവരൊക്കെ ഭാഗ്യവാന്മാർ. എനിക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല. ഏതാനും 8 or 10 എപ്പിസോഡുകളെ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിനുള്ള ഒഴിവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് കാണുന്നത് ഓരോന്നും വൃത്തിയാണ് എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ അവതരണ രീതി, അദ്ദേഹത്തിൻ്റെ സർവജ്ഞത. നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു പ്രതിഭയായിരുന്നു നമ്മുടെ കേരളത്തിലെ അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന മഹാനായ തുറവൂർ വിശ്വംഭരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്കൊക്കെ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സ്മരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് തൃപ്പൂണിത്തുറ തപസ്യ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചരമവാർഷികം കൊണ്ടാടുകയാണ്. അല്ലെങ്കിൽ അമൃത ചാനൽ തന്നെ വീണ്ടും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, പുനഃപ്രദർശനം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണുക. അത് കാണുന്നത് വലിയ അസറ്റാണ് നമ്മുടെ ജീവിതത്തിൽ. വലിയ എന്താ വെച്ചാൽ നമ്മൾ മറ്റ് സീരിയലുകളൊക്കെ അവതരിപ്പിക്കുന്ന പോലെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടല്ല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താല്പര്യം കുറയും സാധാരണക്കാർക്ക്. അദ്ദേഹത്തിന്റെ അവതരണ ശൈലി അത് വളരെ കണിശമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ അറിവിന്റെ മൂർച്ചയേറിയ
എന്താ പറയുക, പ്രയോഗങ്ങൾ കൊണ്ട് മഹാഭാരതത്തെ അദ്ദേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ല ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൽ. അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പലർക്കും അത് രസിക്കില്ല. ഒരു നോവൽ അവതരിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ വല്ല ചെറുകഥ അവതരിപ്പിക്കുന്നത് പോലെയോ അല്ല അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് മഹാഭാരതത്തെ നമ്മൾ വിമർശനാത്മകമായി വായിക്കേണ്ടത്, നോക്കിക്കാണേണ്ടത്, ഭാരത പര്യടനം, ഭാരതത്തിലൂടെയുള്ള ഒരു പര്യടനം തന്നെയായിരുന്നു, ഒരു സഞ്ചാരം തന്നെയായിരുന്നു. ഓരോ കഥകളിലൂടെയും ആഴ്ന്നിറങ്ങി അത് എങ്ങനെയാണ് ആ കഥയെ വായിച്ചെടുക്കേണ്ടത് എന്ന് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കാറില്ല, എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് സമയം തികയുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ളതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പം അത് വർത്തിയാണെന്ന് പറയാം. അതാണ് വർത്തി. മഹാഭാരതത്തെക്കുറിച്ച് ഒരു മഹാപണ്ഡിതന്റെ ശരിയായ രീതിയിലുള്ളതായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള അവതരണം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം മഹാഭാരത പര്യടനം എന്ന് പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു ഗ്രന്ഥമാക്കി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് DC ബുക്സിൽ. അത് വാങ്ങിച്ച് വായിച്ചാലും മതി. ഭാരത ദർശനം പുനർവായന. വളരെ വർത്തിയായിട്ടുള്ളൊരു ബുക്കാണ്. അന്ന് 425 രൂപയുള്ളൂ ആദ്യത്തെ പതിപ്പിറക്കുമ്പോൾ. ഇപ്പം എന്താ വില എന്നറിയില്ല. ഇപ്പോൾ എഡിഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. യൂട്യൂബിൽ ലഭ്യമാണ് അല്ലേ? നല്ലത്, അത് കാണുക. ഭാരത ദർശനം പുനർവായന എന്നുള്ളൊരു പുസ്തകവും ഭാരതം വായിക്കാൻ നമ്മളെ സഹായിക്കും. ഞാൻ DC ബുക്സിനെ പ്രൊമോട്ട് ചെയ്യല്ല, നിവൃത്തിയില്ല, അവരാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിലെ സാഹിത്യങ്ങൾ മുഴുവൻ ഇറക്കാൻ അങ്ങനെയുള്ളവർ വേണ്ടി വരുന്നു. ഹൈന്ദവമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലെ മുതൽ മുടക്കി അതിൽ നിന്ന് മുതലുണ്ടാക്കാനുള്ള സാമർഥ്യം കുറവാണ്. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, പബ്ലിഷേഴ്സ്, അങ്ങനെയുള്ളവർക്കൊന്നും സാമർഥ്യമില്ല. ഇവർക്ക് അതൊക്കെ നല്ലോണം ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്. ബിസിനസ് നന്നായിട്ട് അറിയുന്നവരാണ്. നമ്മുടെ 18 പുരാണങ്ങളാവട്ടെ, മഹാഭാരതം പൂർണ്ണമായിട്ട് വിദ്വാൻ പ്രകാശത്തിൻ്റെ ഗദ്യരൂപത്തിലുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പദ്യരൂപത്തിലുള്ള പദാനുപത വൃത്താനുവൃത്ത തർജ്ജമയുണ്ട് 6 വോള്യമായിട്ട്. ഇതൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതൊക്കെ ഇറക്കിയത് DC ബുക്സ് തന്നെയാണ്. അവരെന്നെ വേണ്ടി വരുന്നു. അവർക്ക് വേറെയും പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും അവരെന്നെയാണ് ഇതൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുക. നാരായണ. ഇപ്പോൾ 899 രൂപയായിട്ടുണ്ടോ ഈ പുസ്തകത്തിന്? വില കൂടി 900 രൂപ. വർത്തിയാണ്, പക്ഷെ അത്രയും ഘനമുണ്ട്, അത്രയും വലിയ പുസ്തകമാണ്, വർത്തിയാണ്. ഇനി DC ബുക്സിൽ പോകുമ്പോൾ സ്വാമി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ സ്വാമിക്ക് വല്ല കമ്മീഷനും കിട്ടും. നിങ്ങൾ പോയി വാങ്ങുമ്പോൾ പറയും. നാരായണ. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇന്നലെ നിർത്തിയത് സന്തനു, ഗംഗ, ഈ 2 കഥാപാത്രങ്ങൾ, അവരിൽ നിന്നാണ് കഥയുടെ മെയിൻ സ്ട്രീം ആരംഭിക്കുന്നത്. രണ്ടുപേരും ബ്രഹ്മലോകത്ത് വെച്ച് ശാപഗ്രസ്തരായി ഭൂമിയിൽ വീണ്ടും മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ബ്രഹ്മാവിന്റെ ശാപത്താൽ മനുഷ്യരായി വന്നു ചേർന്നു. അങ്ങനെ ഭരതവംശത്തിലെ പൂരുവംശത്തിൽ, കുരുവിന്റെ വംശത്തിൽ ശന്തനു
ഒരുമിച്ച് ഓർഡർ ചെയ്യാം അല്ലെ, കമ്മീഷൻ കിട്ടാൻ. ആയിക്കോട്ടെ, പേര് കളക്ട് ചെയ്തോളൂ. വള്ളീജി പേര് കളക്ട് ചെയ്തോളൂ എല്ലാവരുടെയും. പറഞ്ഞു വന്നത്, കുരുവംശത്തിൽ ശന്തനു രണ്ടാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠൻ ദേവാപി എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം ജന്മനാ തന്നെ വിരക്തനായിരുന്നു. രാജ്യഭാരം ഏറ്റെടുക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസ തുല്യമായിട്ടുള്ള ജീവിതം നയിച്ച് അവധൂതനെ പോലെ പോയി. അങ്ങനെ ദേവാപി നാട് വിട്ടപ്പോ അവസരം കിട്ടിയ ആളാണ് ശന്തനു. രണ്ടാമനായ ശന്തനു പിന്നെ രാജാവായി തീർന്നു. ആ ശന്തനു പിന്നീട് ഗംഗാദേവിയെ കാമിക്കുന്നതും, ഗംഗാതീരത്ത് നായാട്ടിന് വന്നതായിട്ടുള്ള സമയത്ത് ഗംഗാദേവിയെ കാണുന്നതും ആ ഗംഗയെ കാമിക്കുന്നതും, ഗംഗയോട് വിവാഹത്തിന് അഭ്യർത്ഥിക്കുമ്പോൾ ഗംഗാദേവി ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ ഭാര്യയായിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യരുത്, എന്ത് ചെയ്താലും ചോദ്യം ചെയ്യരുത് എന്നുള്ളൊരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഗംഗ ശന്തനുവിനെ വിവാഹം കഴിക്കുന്നത്. അവിടുന്ന് തുടങ്ങുന്നു ധർമ്മഭ്രംശം. കാരണം ആ രാജാവ്, ശന്തനു രാജാവായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീയോടുള്ളതായിട്ടുള്ള അമിതമായ വിധേയത്വം, കാമം കൊണ്ട് സ്ത്രീജിതനായി തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനൊരു ബ്ലൈൻഡ് ചെക്ക് കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ദശരഥന്റെ കഥ ഓർമ്മിക്കുക. കൈകേയിക്ക് ബ്ലൈൻഡ് ചെക്ക് കൊടുത്ത ദശരഥന്റെ അവസ്ഥ അറിയാവുന്ന പിൻ തലമുറക്കാരാണ്, ചരിത്രം അറിയുന്ന ശന്തനുവിനെ പോലെയുള്ള ആളുകൾ. അപ്പോ ജാഗ്രത വേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഥ ഇങ്ങനെ ആയിരിക്കില്ല. എങ്കിലും നമ്മൾ അവിടെ വന്ന ധർമ്മഭ്രംശത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ചയില്ല. കഥ ഇങ്ങനെ തന്നെ വരുള്ളൂ. കഥ ഇങ്ങനെ വരാനുള്ള കാരണമൊക്കെ അവരുടെ സ്വാർത്ഥതകൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ എല്ലാമാണ്. അതിന് വേറെ കാര്യമുണ്ട്. ഈ ഗംഗാദേവിക്ക് കഴിയുന്നതും വേഗം വിടുന്ന മർത്യലോകത്തുനിന്ന് തിരിച്ചു പോകണം. അതിനുള്ളൊരു അവസരം അവരുണ്ടാക്കുകയായിരുന്നു. ശാപത്തിൽ നിന്ന് മോചനം കിട്ടി തിരിച്ചു പോകാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അവരൊരു കണ്ടീഷൻ വെച്ചതാണ്. അതുമല്ല, വേറൊരു കാര്യം അവരുടെ ഉള്ളിൽ ഗൂഢമായിട്ട് ഉണ്ട് താനും. അതെന്താന്ന് വെച്ചാൽ അഷ്ടവസുക്കളുടെ ഒരു അഭ്യർത്ഥന അവര് സ്വീകരിച്ചിട്ടുണ്ട്. അഷ്ടവസുക്കൾക്ക് ശാപമോക്ഷം കൊടുക്കാം എന്നുള്ളതായിട്ടുള്ള ഒരു വാഗ്ദാനം അവർ ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്കൊരു കണ്ടീഷനോട് കൂടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ ബാക്കില് അങ്ങനെയൊക്കെ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് രാജധർമ്മമാണ്. രാജധർമ്മപ്രകാരം ഒരു രാജാവിന് തന്റെ പ്രജകളെ രക്ഷിക്കാൻ കഴിയണം. അത് സ്വന്തം കുട്ടികളെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായതയിലേക്ക് ശന്തനു നിർബന്ധിതനാവുന്നത് നമ്മൾ കാണുന്നു. സ്വന്തം കുട്ടികളെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള അയാൾ എങ്ങനെയാണ് പ്രജകളെ രക്ഷിക്കുക? ഇതും പ്രജയാണ്. സ്വന്തം കുട്ടിയെ പ്രജ എന്ന് തന്നെ പറയുക. നാട്ടിലുള്ള ബാക്കിയുള്ള മക്കളെയൊക്കെ പ്രജ എന്നാ പറയുക. നാട് മുഴുവൻ അദ്ദേഹത്തിന് പ്രജകളാണ്. അപ്പൊ അയാൾക്ക് പ്രജകളെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ സ്വന്തം കുട്ടികളെയും രക്ഷിച്ച് കാണിക്കണമായിരുന്നു. ഇവിടെ ഇദ്ദേഹം ആ ഗംഗയ്ക്ക് വാഗ്ദാനം കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ഗംഗ ഇദ്ദേഹത്തിന്റെ പത്നിയാവുന്നതും ഗർഭം ധരിക്കുന്നതും ഓരോ വർഷവും ഓരോ കുട്ടികൾ ജനിക്കുന്നതും
ജനിക്കുന്ന കുട്ടികളെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ചോദ്യോത്തരമില്ലാതെ, അനുവാദമില്ലാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു ഇല്ലേ? ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞ് ഓരോ വർഷവും അദ്ദേഹത്തിന് ചോദിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള നിസ്സഹായനായി നോക്കി നിൽക്കുന്ന 7 കുട്ടികളെ ആ ഗംഗാദേവി വെള്ളത്തിൽ ഒഴുക്കുന്നത് കാണാം. 8ാമത്തെ കുട്ടിയെ ഒഴുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം തടയുന്നത്. എനിക്ക് വേണം, ഈ കുട്ടിയെങ്കിലും എനിക്ക് വേണം എന്നുള്ളതായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഗംഗ തൻ്റെ കണ്ടീഷൻ ലംഘിച്ചു ഈ ശന്തനു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു, ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞ് ശന്തനുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടാകുന്നത്. അപ്പൊ ഈ ഉണ്ടായ കുട്ടിയെയും കൂടെ കൊണ്ടുപോവുകയാണ്. ആ കുട്ടിയാണ് ദേവവ്രതൻ, ഗംഗാദത്തൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ഭീഷ്മരായി തീരുന്ന ആ കുട്ടി. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ എന്തുകൊണ്ട് ആ രാജാവിന് ഉണ്ടായിച്ചാൽ അദ്ദേഹം സ്ത്രീജിതനായി എന്നുള്ള അതിനെയാണ് അവിടെ കാണിക്കുന്നത്. അവിടുന്ന് തുടങ്ങി ശന്തനുവിന്റെ പാരവശ്യം. ഈ ഗംഗ കുട്ടിയും കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? പിന്നെ ഗംഗയാണ് ഈ കുട്ടിയെ വളർത്തുന്നത് 32 വയസ്സ് വരെ. ഗംഗാദത്തനെ അല്ലെങ്കിൽ ദേവവ്രതനെ 4 ഗുരുക്കന്മാരുടെ അടുത്താണ് വളർത്തുന്നത്. 4 ഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു. വസിഷ്ഠൻ, ബൃഹസ്പതി, പരശുരാമൻ, ശുക്രാചാര്യര്, 4 പേരെ എത്രയോ വർഷങ്ങളോളം ഓരോ ഗുരുക്കന്മാരുടെ അടുത്തും വിദ്യാഭ്യാസം ചെയ്ത് 32ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കഥ കൂടി നമ്മൾ കാണണം. എന്താണ് ഈ ദേവവ്രതന്റെ അല്ലെങ്കിൽ ഭീഷ്മരുടെ ഉൽപ്പത്തിയുടെ പുറകിലുള്ളതായിട്ടുള്ള കഥ? അതൊരു ശാപകഥയാണ് അല്ലേ? ആ ശാപകഥയും കൂടി കേട്ടിട്ട് വേണം നമ്മൾ ഭീഷ്മരുടെ കഥയിലേക്ക് വരാനായിട്ട്. ഈ ഭീഷ്മര് പൂർവജന്മത്തില് അഷ്ടവസുക്കളിൽ ദ്യോവ് എന്ന് പറയുന്ന ഒരു വസുവായിരുന്നു. ഈ അഷ്ടവസുക്കൾ ഒരിക്കൽ വസിഷ്ഠന്റെ ആശ്രമത്തില് അതിഥികളായിട്ട് ചെല്ലുകയാണ് അവരുടെ ഭാര്യമാരോട് കൂടിയിട്ട്. അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാല് 30 മുക്കോടി ദേവന്മാരെന്ന് പറയുന്നവരിൽ 8 പേരാണ്. 30 മുക്കോടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാച്ചാല് 33 പേർ മുമ്പിൽ നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. കോടി എന്നുള്ളതിന് അഗ്രത്തിൽ നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. അല്ലാതെ നമ്മൾ പറയുന്ന മലയാളത്തിലെ കോടി സംഖ്യാ കോടി അല്ലാതെ 30 മുക്കോടി എന്ന് പറഞ്ഞാല് 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ, ഇവരെയാണ് 30 മുക്കോടി എന്ന് പറയുന്നത്. 33 ശ്രേഷ്ഠന്മാരായവർ, ദേവവർഗത്തിൽ യജ്ഞഭാഗത്തിന് അർഹതയുള്ളവർ എന്നാണ് അർത്ഥം. ദേവവർഗത്തിൽ യജ്ഞഭാഗം അർഹിക്കുന്നവർ, ഹോമം മറ്റേ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് യജ്ഞത്തിനുള്ള സ്ഥാനമുണ്ട്. യജ്ഞഭാഗം അർഹിക്കുന്നവരാണ്. ഇവരെ സങ്കല്പിച്ചുകൊണ്ട് യാഗത്തിൽ യജ്ഞഭാഗങ്ങൾ സമർപ്പിക്കണം. അപ്പൊ അവരെ ശ്രേഷ്ഠന്മാര്, അഗ്രന്മാര്, അഗ്രഗണ്യന്മാര് എന്ന അർത്ഥത്തിലാണ് അവിടെ കോടി എന്ന് പറയുന്നത്. 30 മുക്കോടി. അപ്പൊ ആരൊക്കെയാണ്? 12 ആദിത്യന്മാര്, അതിഥിയുടെ പുത്രന്മാരാണ് ആദിത്യന്മാരെന്ന് പറയുന്നത്. ദേവന്മാര് അവര് 12 എന്ന് പറഞ്ഞാൽ 12. 11 രുദ്രന്മാര്, 11 രുദ്രന്മാരുണ്ട്. രുദ്രന് 11 ഭാവമുണ്ട്. 11 രുദ്രന്മാര്. അപ്പൊ 12ഉം 11ഉം 23. അഷ്ടവസുക്കള് 8, 23ഉം 8ഉം 31.
അശ്വിനി ദേവന്മാർ ഇരട്ടകളാണ്. നാസത്യ ദസ്രന്മാരെന്ന് രണ്ടു പേര് ട്വിൻസ്. അപ്പൊ 31 2 33. ഈ 33 പേര് എന്താ പറയുക, ലോകപാലന്മാർ, ദിക്പാലകന്മാർ, അല്ലെങ്കിൽ ലോകഭരണത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന തലത്തിലുള്ള ആളുകളാണ്. ലോകഭരണ വ്യവസ്ഥയില് ഏറ്റവും എന്താ പറയുക വലിയ ക്യാബിനറ്റ് പദവി പോലെയുള്ള ഒരു പദവി. അപ്പൊ ഇവര് ഡയറക്റ്റ് ആയിട്ട് VVIPകളാണ്. അതാണ് ഈ യജ്ഞഭാഗം എന്ന് പറയുന്നത്. ബാക്കി അവരുടെ പുറകിലുള്ള ആളുകൾക്കൊക്കെ യജ്ഞഭാഗം കൊടുത്തില്ലെങ്കിലും ഇവർക്ക് കൊടുക്കണം. ഇവർ യജ്ഞഭാഗം നേരിട്ട് അർഹിക്കുന്നവരാണ്. ബാക്കി ഇവരുടെ അനുയായികളായിട്ടുള്ള അനേക ദേവന്മാരുണ്ട്. അത് എത്ര കോടിയെന്നോ എത്ര ലക്ഷമെന്നോ പറയണ്ട, അവരുടെയൊക്കെ ആളുകളുണ്ട്. ഇവരാണ് മുമ്പിലുള്ള 33 പേർ. അവർ VVIP സീറ്റ് അർഹിക്കുന്നു. എവിടെ? ഓരോ യജ്ഞശാലയിലും യാഗശാലയിലും അവർക്കുള്ളതായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. നമ്മളൊരു വലിയ ഇപ്പൊ റിപ്പബ്ലിക് ഡേ പരേഡ് നമ്മുടെ ഡൽഹിയിൽ നടക്കുമ്പോൾ ഒരു വലിയ സഭയാണ് അല്ലെ, അതില് ഇന്നവർ ഇന്ന സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരെഴുതി വെച്ച് അവർക്ക് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അവിടെ വേറെ എല്ലാവർക്കും കയറി ഇരിക്കാൻ പറ്റുമോ? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനുള്ളതായിട്ടുള്ള സ്ഥലങ്ങള്, ഗവർണേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക്, വിദേശ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റുകള്, പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ, അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് റിസർവ് ചെയ്ത് VVIPകൾക്ക് ഓരോരുത്തർക്കും സീറ്റ് റിസർവ് ചെയ്യുന്നത് പോലെ യാഗശാല എന്ന് പറയുന്നത് ഒരു വലിയ സദസ്സാണ്, ഒരു വേദിയാണ്. ആ യാഗശാലയിൽ ഇവർക്കൊക്കെ VVIP കൺസിഡറേഷൻ കൊടുക്കണം. അവരൊക്കെ യജ്ഞഭാഗം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂജ്യരാണ് അവര് എന്നർത്ഥം. ബഹുമാന്യരാണ്, പൂജ്യരാണ്. അതാണ് ഈ 33 കോടി എന്ന് പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ അതിൽ 8 പേര് പ്രധാനികളാണ്. ഈ അഷ്ടവസുക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഈ ലോകത്തിന്റെ ധനം കൈകാര്യം ചെയ്യുന്നവരാണ് അവര് എന്നാണ്. വസു എന്നാൽ ധനമാണ്. അപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും അതില് ധനവകുപ്പിൽ വരുന്നതാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നവരാണ് അവര്. എല്ലാവർക്കും ധനമെല്ലാം എത്തിക്കേണ്ടവരും ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് ധനവിഭജനം ചെയ്യേണ്ടവരും അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടികളായിരിക്കും അവർക്ക്, ഈ അഷ്ടവസുക്കൾ എന്ന് പറയുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഈ അഷ്ടവസുക്കൾ വസിഷ്ഠന്റെ ആശ്രമത്തില് അതിഥികളായിട്ട് പോകുന്നതായുള്ള ഒരു സന്ദർഭത്തിൽ വസിഷ്ഠൻ അവരെ ഗംഭീരമായി സൽക്കരിക്കുന്നു. നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ വസിഷ്ഠന്റെ കയ്യില് നന്ദിനി പശു ഉണ്ട്. നമ്മുടെ കാമധേനു പശുവിന്റെ മകളാണ് നന്ദിനി പശു. ആ നന്ദിനി പശു വസിഷ്ഠന്റെ കസ്റ്റഡിയിലാണ് എപ്പോഴും. അപ്പൊ ആ നന്ദിനി കാമധേനുവിനെ പോലെ തന്നെ എന്തും ചോദിക്കുന്നതൊക്കെ കൊടുക്കും. അപ്പൊ എത്ര അതിഥികൾ വന്നാലും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള വിഭവങ്ങളൊക്കെ സമൃദ്ധമായിട്ട്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ, അതൊക്കെ നല്ല സ്വർണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും, അവർക്ക് ഇരിക്കാനുള്ളതായിട്ടുള്ള പരവതാനികളോ അല്ലെങ്കിൽ സിംഹാസനങ്ങളോ ഒക്കെ അതുപോലെ ഗംഭീരമായിട്ട് എല്ലാം നല്ല രീതിയിൽ ഈ ആശ്രമത്തില് ഇവരെ സ്വീകരിച്ചു. അപ്പൊ ഈ വസുക്കളുടെ ഭാര്യമാര് കൂടെ ഉണ്ടായിരുന്നു. ഈ ഭാര്യമാർക്ക് ഇത് അതിശയമായി. കാരണം ഇത്രയും വലിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഈ വസിഷ്ഠൻ, വെറും ഒരു സന്യാസി താടിക്കാരൻ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ വസിഷ്ഠൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഈ സ്ത്രീകൾ അന്വേഷിച്ചപ്പോ സ്ത്രീകൾക്ക് ഉത്തരം കിട്ടി, ഇത് നന്ദിനി പശു ഉള്ളത് കൊണ്ടാണ് എന്ന്. വസിഷ്ഠന്റെ കസ്റ്റഡിയിൽ നന്ദിനി പശു ഉണ്ട്. അതിന്റെ ഒരു അനുഗ്രഹമാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള വിരുന്ന് ഇവർക്ക് ഒരുക്കിയത് എന്നറിഞ്ഞപ്പോ ഈ ദ്യോവ് എന്നുള്ള വസുവിന്റെ ഭാര്യ ദ്യോവിനോട് പറഞ്ഞു, അതെ, ഈ പശു നമുക്ക് വേണം, നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം എന്ന് ദ്യോവിനെ പ്രേരിപ്പിച്ചു. അത് കേട്ട ദ്യോവ് പിന്നീട് വസിഷ്ഠന്റെ സമ്മതം കൂടാതെ, വസിഷ്ഠൻ അറിയാതെ, വസിഷ്ഠന്റെ പശുവായ നന്ദിനിയെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വസുക്കളിൽ പ്രമുഖനായിട്ടുള്ള ഈ ദ്യോവാണ്
ഇത് ചെയ്യുന്നത് മറ്റുള്ളവർ കൂട്ടുനിൽക്കും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടുനിന്നു. ഇങ്ങനെ തൻ്റെ യാഗത്തിന് വേണ്ടി തനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമായ നന്ദിനി പശുവിനെ ഈ വസുക്കൾ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ശപിച്ചു. വസിഷ്ഠൻ ശപിച്ചു ആരെ? ഈ വസുക്കളെ. എങ്ങനെ ശപിച്ചു? നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. കാരണം നിങ്ങൾ വലിയ ഹൈ ഒഫീഷ്യൽസ് ആയിരുന്നിട്ട് കറപ്റ്റായി. അന്നത്തെ ഭാഷയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ കറപ്റ്റായാൽ അവരെ എന്ത് ചെയ്യണം? സസ്പെൻഡ് ചെയ്യണം, അല്ലെ? ഡിസ്മിസ് ചെയ്യണം. ഇന്ന് നമ്മൾ കാണുന്നില്ലേ കേരളത്തിൽ നടക്കുന്ന ശിവശങ്കരന്റെ കഥകള്? എത്ര ഹൈ പ്രൊഫൈൽ ഓഫീസാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്? പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലെ? ചീഫ് മിനിസ്റ്ററുടെ ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പൊ തത്തുല്യമായിട്ടുള്ള അന്നേയുണ്ട് അഷ്ടവസുക്കളായി വലിയ പദവിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ ബാധ്യസ്ഥരായ, എല്ലാവർക്കും അർഹിക്കുന്നത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ഈ അഷ്ടവസുക്കൾ ഒരു ബ്രാഹ്മണന്റെ, അതും വസിഷ്ഠനെ പോലെ തപസ്വിയായ യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ ബ്രഹ്മസ്വം, അതും പശുവിനെ, വേറൊന്നുമല്ല, അതും അദ്ദേഹത്തിന്റെ നിത്യയാഗയജ്ഞങ്ങൾ നടത്തുവാനുള്ള ഹവിസ് കൊടുക്കുന്ന ഹവിർദാനിയായ ആ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനിയെ അപഹരിച്ചു എന്ന് പറയുമ്പോൾ ഇവർ എത്ര വലിയ അഴിമതിയാണ്, അല്ലെങ്കിൽ എത്ര വലിയ കറപ്ഷനാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ശപിക്കുകയാണ്. നിങ്ങൾ ഇനിയും ഭൂമിയിൽ ചെന്ന് മനുഷ്യ യോനിയിൽ ജനിക്കും. നിങ്ങൾ അവിടുന്ന് ഇനിയും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പുണ്യം ചെയ്ത് തിരിച്ച് ഈ പദവിയിലേക്ക് വരുമാറാകട്ടെ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ അർഹരല്ല. കാരണം മെറിറ്റ് കൊണ്ടാണ് ഈ പദവിയിൽ വന്നിട്ടുള്ളത്. ആ മെറിറ്റ് കളഞ്ഞു കൊടുത്തു. അങ്ങനെ ശാപം കിട്ടി ഈ 8 പേരും അഷ്ടവസുക്കളും മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെട്ടു. അപ്പൊ 7 പേരും വസിഷ്ഠനോട് ചെന്ന് കാല് പിടിച്ച് ക്ഷമാപണം ചെയ്ത് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് ശാപമോക്ഷം വേണമെന്ന്. ഞങ്ങളെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് 7 പേര് ചെന്ന് അപേക്ഷിച്ചു. ആ 7 പേർക്കും വസിഷ്ഠൻ ശാപമോക്ഷം കൊടുത്തു. ഞാൻ പറഞ്ഞ വാക്ക് ഫലിക്കും. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യ യോനിയിൽ വന്ന് ജനിക്കും, പക്ഷെ നിങ്ങൾക്ക് ഉടനെ തന്നെ മോചനമുണ്ടാകും. മുഖ്യ കുറ്റവാളിയായ ദ്യോവ എന്ന വസു, അവൻ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചതുമില്ല, അവന് ശാപമോക്ഷം കൊടുത്തതുമില്ല. മാത്രമല്ല കൂടുതൽ ശാപം അവന് കൊടുക്കുകയും ചെയ്തു. ആര്? വസിഷ്ഠൻ. ഇവൻ ഭൂമിയിൽ ചിരകാലം മനുഷ്യനായിരുന്ന് സ്ത്രീ സംബന്ധമില്ലാതെ പോകട്ടെ, സ്ത്രീകളുമായിട്ട് അവന് ബന്ധമില്ലാതെ പോകട്ടെ എന്ന്. കാരണം ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് അവൻ ഈ പ്രവൃത്തി ചെയ്തത്. സ്ത്രീയുടെ അടിമയായിട്ടാണ് അവൻ ഈ പണി ചെയ്തത്. അവന്റെ പദവിക്ക് നിരക്കാത്തതായിട്ടുള്ള കൊള്ളരുതായ്മ ചെയ്തത്. അപ്പൊ അവൻ അടുത്ത ജന്മം സ്ത്രീകളുമായിട്ടേ സമ്പർക്കമില്ലാതെ ബന്ധമില്ലാതെ പോകട്ടെ, അവൻ ദീർഘായുസായിട്ട് കുറെ കാലം ഭൂമിയിൽ നരകിക്കാൻ ഇടയാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ദീർഘായുസായിട്ട് ഭൂമിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാല് എത്ര കാലം സംസാരിയായിട്ട് പാടുപെടട്ടെ. ഇനി തിരിച്ചുവനം ഈ വസുവിന്റെ പദവിയിലേക്ക് വരണമെങ്കിൽ അപ്പൊ അത്രയും ദൈർഘ്യം ഒരു തടവ് ശിക്ഷ പോലെയാണ്. ആ വസു പദവിയിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ പദവിയിലേക്ക് വരുമ്പോഴേക്കും ഒരു വലിയ ശിക്ഷാ കാലാവധിയാണത്. ആ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. നീ ചിരകാലം ഭൂമിയിൽ ചെന്ന് സംസാരിയായി ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാവട്ടെ എന്നാണ് പറഞ്ഞതിന്റെയൊക്കെ വ്യംഗ്യമായിട്ടുള്ള അർത്ഥം, അല്ലാതെ അനുഗ്രഹം അല്ലാതെ. അങ്ങനെ ശപിക്കപ്പെട്ട ആളാണ് ഈ ഗംഗയുടെ ഒടുക്കത്തെ പുത്രനായിട്ട് വന്ന ഗംഗാദത്തൻ, ദേവവ്രതൻ എന്നറിയപ്പെടുന്ന ആള്. അപ്പോ ഈ അമ്മയ്ക്ക്, ഗംഗയ്ക്ക് ഇതെല്ലാം അറിയാം. ഗംഗയോട് ഈ അഷ്ടവസുക്കൾ ചെന്ന് ശാപമോക്ഷം ചെയ്യാനായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വസിഷ്ഠൻ ശാപമോക്ഷം തന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒരു മനുഷ്യ യോനിയിൽ ജനിക്കും, ഉടനെ തന്നെ മരിക്കും, അതിനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഗംഗ, ഞാൻ വേണ്ടത് ചെയ്യാം,
അങ്ങനെയാണ് ഗംഗ ഈ ജനിച്ച കുട്ടികളെ അപ്പപ്പോ അവരുടെ പ്രാരബ്ധം കഴിഞ്ഞു, മനുഷ്യ യോനിയിൽ ജനിച്ചു, ഉടനെ തന്നെ ഗംഗയിൽ മുഴുക്കി അവര് തിരിച്ച് വസു പദവിയിലേക്ക് തന്നെ ശാപമുക്തരായി തിരിച്ചുപോയി. 7 പേരും തിരിച്ചുപോയി. 8ാമനെ തിരിച്ചയക്കാൻ പ്രാരബ്ധം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അയാളെ ഗംഗയിലേക്ക് എറിയുമ്പോഴേക്കും ശന്തനു തടയുന്നതും അവനെ പിന്നെ ഗംഗ വളർത്തുന്നതും. ആ ഗംഗയ്ക്ക് ഈ കുട്ടിയുടെ ജന്മ ശാപം അറിയാവുന്നത് കൊണ്ട് ഗംഗ എന്ത് ചെയ്തു? ഇവനെ 4 ബ്രാഹ്മണരുടെ അടുത്താണ് കൊണ്ടുപോയി ആക്കിയത്. 4 ബ്രാഹ്മണരുടെ അടുത്ത് കൊണ്ടുപോയി ആക്കി വിദ്യ അഭ്യസിപ്പിച്ചു. എന്തിനാ? ഇവൻ ബ്രാഹ്മണ ശാപം കൊണ്ടാണ് ഈ അവസ്ഥ പ്രാപിച്ചത്. ആ ബ്രാഹ്മണരുടെ അനുഗ്രഹം കിട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, ശാപമോക്ഷം വേഗം കിട്ടട്ടെ, ബ്രാഹ്മണ ശുശ്രൂഷ ചെയ്ത് ബ്രാഹ്മണരെ അനുസരിച്ച് മര്യാദക്കാരനായി ജീവിച്ച് ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന്, വസിഷ്ഠനെ പോലെയുള്ള ഒരു മഹാബ്രാഹ്മണന്റെ ശാപത്തിൽ നിന്ന് മുക്തനായി തീരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 4 ഗുരുക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ആക്കിയത്. ഓരോരുത്തരുടെ അടുത്തും ചിരകാലം അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്യുന്നു. അങ്ങനെ സാക്ഷാൽ വസിഷ്ഠന്റെ അടുത്തുനിന്നും വിദ്യാഭ്യാസം. വസിഷ്ഠൻ ബ്രാഹ്മണന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. അതുപോലെ ബൃഹസ്പതി ബ്രഹ്മജ്ഞന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ ദേവഗുരു. ശുക്രാചാര്യർ ഭൃഗുവംശജാതന്മാരായ ബ്രാഹ്മണരുടെ മുഴുവൻ നായകനാണ്. അസുര ഗുരുവായി പോയി എന്നുള്ള ബൃഹസ്പതിയുടെ സഹോദരൻ തന്നെയാണ് ശുക്രാചാര്യർ. അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. ജ്യേഷ്ഠനായ ബൃഹസ്പതിക്ക് ദേവഗുരു സ്ഥാനം കിട്ടിയപ്പോ മത്സരിച്ചുകൊണ്ട് തനിക്കും തത്തുല്യ സ്ഥാനം കിട്ടണം എന്ന് വിചാരിച്ച് ഒരു റിബലായി തീർന്ന ആളാണ് ശുക്രാചാര്യർ. അസുരന്മാരുടെ ഗുരുപദവി ഏറ്റെടുത്ത ആളാണ്. രണ്ടുപേരും സഹോദരന്മാരാണ്. ഉത്തമ ബ്രാഹ്മണരാണ്. എല്ലാ പാണ്ഡിത്യവും ഉള്ളവരാണ്. സർവശാസ്ത്രങ്ങളും അറിയുന്നവരാണ്. അതുപോലെ പരശുരാമൻ ജമദഗ്നിയുടെ ശ്രേഷ്ഠനായ പുത്രൻ, ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ആ പരശുരാമന്റെ അടുത്താണ് ആയുധവിദ്യകൾ ഭീഷ്മർ പഠിക്കുന്നത്. അങ്ങനെ 32 വർഷം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഗംഗാതീരത്ത് വന്ന് അദ്ദേഹം ഗംഗയെ തന്റെ അസ്ത്രപാടവം കൊണ്ട് തടഞ്ഞു നിർത്തുന്നതായിട്ടുള്ള ഒരു രംഗം കണ്ടുകൊണ്ടാണ് ശന്തനു മഹാരാജാവ് വരുന്നത്. ഇവൻ ആരാണ്? ഈ പ്രഗത്ഭൻ ആരാണ്? അസ്ത്രങ്ങളെ കൊണ്ട് ഗംഗയെ കുത്തി ഒഴുകുന്നതായിട്ട് ഗംഗയ്ക്ക് ഒരു ഡാം പണിത് ആ ഗംഗയെ തടഞ്ഞു നിർത്തുന്നതായിട്ട് രംഗം കണ്ട് അതിശയിച്ചു. തനിക്ക് പോലും സാധിക്കില്ല എന്ന് തോന്നുന്നതായിട്ട് പ്രവൃത്തിയാണ് ഇവിടെ ഒരാൾ ചെയ്യുന്നത്. അപ്പൊ ഇവൻ ആരാണ് എന്ന് അന്വേഷിച്ച് ഇവൻ എന്റെ മകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അദ്ദേഹം. ആ സമയത്താണ് ആ ഗംഗയിൽ നിന്ന് സാക്ഷാൽ ഗംഗാദേവി പൊങ്ങി വന്ന് മകനെ അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇത് അങ്ങയുടെ പുത്രൻ തന്നെയാണ്. ഞാൻ അന്ന് കൊണ്ടുപോയി 32 വയസ്സായി ഇവന്. ഇനി ഇവൻ എല്ലാ വിദ്യാഭ്യാസവും വേണ്ടത്ര നേടിയിട്ടുണ്ട്. ഇവൻ എല്ലാ കലകളിലും നിപുണനാണ്. സർവവിദ്യകളിലും പണ്ഡിതനാണ്. ഇവൻ അറിയാത്ത വിദ്യകളൊന്നുമില്ല. സർവജ്ഞനാണ് ഇവൻ. ഭൗതിക ശാസ്ത്രങ്ങളിലെല്ലാം ഇവൻ മഹാപണ്ഡിതനാണ്. അതുകൊണ്ട് ഇവനെ അങ്ങത ഏറ്റെടുത്തോളൂ. ഇവൻ യുവരാജാവായിരിക്കാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് ആ ഗംഗാദത്തനെ അച്ഛന് ശന്തനുവിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഗംഗാദത്തൻ ഹസ്തിനപുരിയിലേക്ക് വന്നു. അച്ഛന്റെ മകനായി വളരുകയാണ്. ആ ഗംഗാദത്തന്റെ ഓരോ കഴിവുകളും ഓരോ ദിവസവും സമൂഹം അറിയുകയാണ്, പ്രജകൾ അറിയുകയാണ്. മന്ത്രിമാരും സേനാനായകന്മാരും ഉദ്യോഗസ്ഥന്മാരും ഓരോരുത്തരും ഈ ഗംഗാദത്തന്റെ ഓരോ രംഗത്തുള്ളതായിട്ടുള്ള അറിവും പാഠവും അച്ഛനേക്കാൾ എത്രയോ മുകളിലാണ് ഈ മകൻ എല്ലാ കഴിവുകൊണ്ടും എന്നറിഞ്ഞ ജനങ്ങളും പ്രജകളെല്ലാവരും, അതുപോലെ പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം, ഈ രാജാവിനെ സേവിക്കുന്നതായിട്ടുള്ള മന്ത്രിമാരുടെയും സേനാനായകന്മാരുടെയും മറ്റു ഉപദേശകരുടെയും വൃന്ദങ്ങളെയാണ് പ്രകൃതി എന്ന് പറയുക. പ്രകൃതി വൃന്ദം എന്ന് പറയും. അവിടുത്തെ ഹൈക്കമാൻഡ് എന്നോ ക്യാബിനറ്റ് എന്നോ എന്ത് വേണമെന്ന് പറയാം. അവരെല്ലാം ഈ ഗംഗാദത്തന്റെ സാമർഥ്യം കണ്ട് ഇദ്ദേഹമാണ് രാജാവാകേണ്ടത്, യുവരാജാവാകേണ്ടത്, ഇദ്ദേഹത്തെ വേഗം യുവരാജാവാക്കണം
എന്ന് എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ശന്തനുവിന് അദ്ദേഹത്തെ യുവരാജാവാക്കി വാഴിക്കുകയാണ്. അദ്ദേഹം സന്തോഷപൂർവ്വം. കാരണം ശന്തനുവിനും സന്തോഷമായി. തന്റെ പുത്രനെ ജനങ്ങളൊക്കെ അംഗീകരിച്ചുവല്ലോ, എല്ലാവരും അംഗീകരിച്ചു, അത്ര പ്രഗത്ഭനാണ്. അപ്പൊ തന്റെ പുത്രനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്ത് വാഴിച്ചു. അതിനുശേഷം യുവരാജാവായിട്ടുള്ള ഭീഷ്മർ, അല്ലെങ്കിൽ ഇപ്പൊ ഭീഷ്മരായിട്ടില്ല, ഈ ഗംഗാദത്തൻ അല്ലെങ്കിൽ ദേവവ്രതൻ, അദ്ദേഹമാണ് ഭരണമെല്ലാം നടത്തുന്നത്. അച്ഛനേക്കാൾ നന്നായിട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാനുള്ള സാമർഥ്യമുണ്ട്. ഏത് കാര്യത്തിലും വലിയൊരു വിഷനുള്ള ആളാണ്. സർവധർമ്മശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ കണിശമായിട്ടുള്ള ഓരോരോ ഉപദേശങ്ങളിലൂടെ അദ്ദേഹം രാജ്യഭരണത്തിൽ ഇടപെട്ടുകൊണ്ട്, രാജ്യഭരണം ഇപ്പൊ നേരിട്ട് തന്നെ അച്ഛൻ മകനെ ഏൽപ്പിച്ചു. അച്ഛൻ ഒരു റിട്ടയർമെന്റ് ലൈഫായി. ഇപ്പൊ യുവരാജാവാണ് ഭരിക്കുന്നത്. രാജാവ് പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. കാരണം യുവരാജാവിനെ ജനങ്ങൾക്ക് ഇഷ്ടമായി. അപ്പൊ ഇനി അധികം താമസിയാതെ രാജാവാക്കി വാഴിക്കാം, തനിക്ക് തിരിച്ച് വാനപ്രസ്ഥം പോകാം, തന്റെ ജന്മം സഫലമായി എന്ന് കരുതിയിരിക്കുന്ന ആ ഒരു പ്രായ അവസ്ഥയിലേക്ക് ശന്തനു എത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ധർമ്മപ്രകാരം ഇനി അത് തന്നെയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു. ഇനി മകൻ, യുവരാജാവായ മകനാണ് രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതും. താൻ വാനപ്രസ്ഥനായി വാനപ്രസ്ഥ സന്യാസ ധർമ്മങ്ങളിലേക്ക് പോകേണ്ട പ്രായമായി. ഈ വയസ്സുകാലത്താണ് ഇദ്ദേഹം നായാട്ടിന് പോയപ്പോ അദ്ദേഹത്തിന് നമ്മുടെ സത്യവതി എന്ന ദാശരാജന്റെ പുത്രിയായ മത്സ്യഗന്ധി എന്നും അറിയപ്പെടുന്ന ആ ദേവിയോട് പ്രണയം തോന്നുന്നത്. ഇവൾക്ക് പരാശര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് മത്സ്യഗന്ധി എന്നുള്ള പേര് മാറി അവൾ സുഗന്ധിയായി മാറിയിട്ടുണ്ട്. ഇവൾ എവിടെ നിന്നാലും എത്രയോ മൈലുകൾ ദൂരത്തേക്ക് കസ്തൂരിയുടെ ഗന്ധം പ്രസരിക്കും. അതുപോലെ ആയിട്ടുണ്ട് പരാശര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്. പരാശര മഹർഷിക്ക് ഈ സത്യവതിയിൽ ഉണ്ടായ പുത്രനാണല്ലോ വ്യാസൻ. ആ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോ പരാശര മഹർഷി അനുഗ്രഹിച്ചിരുന്നു, നീ എന്നും കന്യകയായിരിക്കും, നിന്റെ കന്യകാത്വം നഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ നിന്റെ മത്സ്യഗന്ധം മാറി നീ സുഗന്ധിയായി കസ്തൂരി മണക്കുന്ന ശരീരമായിരിക്കും നിനക്ക് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് പരാശര മഹർഷി വേദവ്യാസൻ എന്ന ബാദരായണനെ, കൃഷ്ണദ്വൈപായനനെ പുത്രനായി കൊടുത്തു പോയത്. അപ്പൊ ആ വ്യാസന്റെ അമ്മയാണ് ഈ സത്യവതി. ആ വ്യാസൻ ജനിച്ച് അപ്പൊ തന്നെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് മഹാനായി. ആ വ്യാസൻ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടെ ഹിമാലയത്തിലെ ബദരീനാഥത്താണ് അദ്ദേഹത്തിന്റെ വാസസ്ഥാനം. ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം വ്യാസഗുഹ സരസ്വതി നദിയുടെ തീരത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബദരീനാഥത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് ബാദരായണൻ എന്ന് പേര്. കറുത്ത വർണ്ണത്തിൽ ജനിച്ചതുകൊണ്ട് അച്ഛൻ പരാശര മഹർഷി ഇട്ട പേരാണ് കൃഷ്ണൻ എന്ന്. ദ്വീപിൽ വെച്ച് ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്ന അദ്ദേഹത്തിന് പേര്. പിന്നീട് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരായി. ഇതൊക്കെ ഒരേ ആള് തന്നെയാണ്. ബദരിയിൽ താമസിക്കുന്നതുകൊണ്ട് ബാദരായണൻ, കറുത്തവനായതുകൊണ്ട് കൃഷ്ണൻ, ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ, വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ. ഇങ്ങനെയുള്ള പേരുകളിൽ അദ്ദേഹം പ്രശസ്തനായി തീർന്നു. ആ വ്യാസന്റെ അമ്മയാണ് ഈ സത്യവതി. ഈ സത്യവതി എന്ന ഇപ്പോ സുഗന്ധിയായിരിക്കുന്ന ദേവിയെ ഈ ശന്തനു കാമിച്ചു. അവളോട് ചെന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അവള് ഒരു കന്യക എന്നുള്ള രീതിയിൽ തന്റെ അച്ഛന്റെ അനുവാദം വേണം, അച്ഛനോട് ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ ആരാന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള മുക്കുവന്മാരുടെ ഒക്കെ നേതാവാണ്, അവിടുത്തെ രാജാവാണ്, ആ പ്രാദേശിക പ്രഭുവാണ് ദാശരാജൻ എന്നറിയപ്പെടുന്നു. ദാശരാജൻ ദാശന്മാരുടെ രാജാവ്, മുക്കുവന്മാരുടെ രാജാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ശന്തനു ഈ ദാശരാജനെ സമീപിച്ച് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന്. ഇത് കേട്ട ആ ദാശരാജൻ ഈ ശന്തനുവിനോട് ആവശ്യപ്പെടുന്നു, എന്റെ മകളെ അങ്ങേക്ക് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ, ഇതുപോലെയുള്ള ഒരു വംശത്തിലെ രാജ്ഞിയായി ആ വംശത്തിലേക്ക് തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ തരാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്,
ഇവൾക്കുണ്ടാവുന്ന കുട്ടികളായിരിക്കണം അവിടുത്തെ അനന്തരാവകാശികൾ. ഈ സിംഹാസനത്തിൽ അടുത്തിരിക്കേണ്ടത് അങ്ങയുടെ കാലശേഷം ഇവൾക്കുണ്ടാകുന്ന കുട്ടികളായിരിക്കണം ആ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്ന്. വളർത്തുപുത്രിയാണ് അവള്. വിരാട രാജാവിന്റെ സഹോദരിയാണ് ശരിക്കും. അവളിൽ ഒരു ഗന്ധർവന്റെ പുത്രിയാണ്. ഉപരിചര വസു എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ഗന്ധർവന്റെ പുത്രിയാണ് ഈ മത്സ്യഗന്ധി. മത്സ്യരാജാവ് തന്നെയാണ് വിരാട രാജാവ്. ആ വിരാട രാജാവിന്റെ സഹോദരിയാണ് ഈ മത്സ്യഗന്ധിയായ സത്യവതി. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ചേരുകയാണ്. ദാശരാജന്റെ കയ്യിൽ വളർത്തുപുത്രിയായിട്ട് എത്തിച്ചേരുകയാണ്. ഹരി ഓം. ഞാൻ പിന്നെ വിളിക്കും, ഇപ്പൊ ക്ലാസ്സിലാണ്. അപ്പോ അദ്ദേഹത്തിന് അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇവൾ രാജ്ഞിയാവും, ഇവളുടെ കുട്ടികൾ രാജകുമാരന്മാരാവും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചില കണ്ടീഷൻസ് അദ്ദേഹത്തിന് ഉള്ളിൽ കിടപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം മകളല്ലാത്തത് കൊണ്ട് മകളെ നല്ല നിലയ്ക്ക് അയക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോ ശന്തനുവിന് അത് സ്വീകാര്യമല്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഓൾറെഡി തന്റെ സിംഹാസനം വേറൊരാൾക്ക് അവകാശപ്പെട്ടതായി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രജകളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ യുവരാജാവിനെ. അടുത്ത രാജാവായിട്ട് ഈ ഗംഗാദത്തൻ തന്നെയാണെന്ന് അവർ ഉറച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് പ്രഗത്ഭനും ശക്തനും എല്ലാം തികഞ്ഞവനുമായിട്ടുള്ള രാജധർമ്മം കൊണ്ട് എന്താ പറയുക, ഒരു രാജാവിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ, എല്ലാ നന്മകളും തികഞ്ഞ ഒരു പൂർണ്ണ പുരുഷനായിട്ടുള്ള, പുരുഷോത്തമനായിട്ടുള്ള, പൗരുഷത്തിന്റെ പ്രതീകമായിട്ടുള്ള, അറിവിന്റെ പ്രതീകമായിട്ടുള്ള ആ ഗംഗാദത്തൻ യുവരാജാവായിരിക്കെ, പ്രജകൾക്ക് പ്രോമിസ് കൊടുത്തിരിക്കെ, അഥവാ യുവരാജാവ് എന്ന് പറഞ്ഞാല് ഒരു അപ്രന്റീസാണ്. ഓൾറെഡി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് രാജപദവിയിലേക്കുള്ള ഒരു അപ്രന്റീസ്ഷിപ്പാണ് യുവരാജാവ് എന്ന് പറയുന്നത്. ആ യുവരാജ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭരണത്തിൽ പരിചയം നേടുകയും അതോടൊപ്പം തന്നെ പ്രജകളുടെയൊക്കെ അംഗീകാരം നേടിയെടുക്കുകയും വേണം. അതിനുള്ള ഒരു പീരീഡാണ് യുവരാജ എന്നുള്ളതായിട്ടുള്ള പദവി. അദ്ദേഹം യുവരാജ പദവിയിൽ വന്നു കഴിയുമ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങും. അങ്ങനെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കണം, ജനങ്ങളെ തന്റെ ചൊൽപ്പടിയിലാക്കിയെടുക്കണം, തന്റെ വിധേയന്മാരാക്കി എടുക്കണം, ഉദ്യോഗസ്ഥന്മാരെ തന്റെ വിധേയന്മാരാക്കി എടുക്കണം, സേനാനായകന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ അനുസരിക്കുന്നവരാക്കി എടുക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് എങ്ങനെ എന്താ പറയുക, ആകാശത്തുനിന്ന് പാരച്ചൂട്ടിൽ കൊണ്ട് ഇറക്കാൻ പാടില്ല സിംഹാസനത്തിൽ ഒരാളെ. നൂലിൽ കെട്ടി മോളിൽ ഇറക്കാൻ പാടുള്ളതല്ല. അതാണ് രാജധർമ്മം. രാജധർമ്മത്തിൽ ഇങ്ങനെ ഈ വഴിക്ക് വേണം പോകാനായിക്കൊണ്ട് യുവരാജാവായി കുറച്ചു കാലം പരിചയിച്ച് എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തി എല്ലാവരുടെയും അംഗീകാരം പിടിച്ചുപറ്റി പതുക്കെ സിംഹാസനത്തിലേക്ക് കയറണം. അപ്പോ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ഡക്ക് ടു വാട്ടർ എന്ന് പറയും പോലെ, എങ്ങനെയാണോ ഒരു താറാവോ അരയന്നമോ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലാഘവത്തോടുകൂടി പോകുന്നത്, അതുപോലെ ഈ സിംഹാസനത്തിലേക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കണം. അല്ലാതെ ആകസ്മികമായുള്ള ഒരു സംഭവം ആവരുത്. ജനങ്ങളുടെ അംഗീകാരം, പ്രീതി പിടിച്ചു പറ്റിയിട്ട് വേണം അവിടേക്ക് വരാൻ. അപ്പൊ അതിനുള്ളൊരു പദവിയാണ് ഈ യുവരാജ എന്നുള്ള പദവി. അവിടേക്ക് ഓൾറെഡി അപ്പോയിന്റഡായി, എക്സ്പീരിയൻസ്ഡായി, കഴിവുകൾ തെളിയിച്ചു കഴിഞ്ഞു, ജനങ്ങളൊക്കെ പ്രീതി പിടിച്ചു പറ്റിക്കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയില് ഇനി തനിക്ക് പ്രോമിസ് കൊടുക്കാനുള്ള അധികാരമില്ല. ആർക്ക്? ശന്തനുവിന് അധികാരമില്ല. കാരണം ഈ സിംഹാസനം ജനങ്ങളുടേതാണ്. രാജധർമ്മത്തില് രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകളുടെ ഒരു ദാസൻ മാത്രമാണ്, സേവകൻ മാത്രമാണ്. അതുകൊണ്ട് തനിക്ക് അവിടെ സ്വന്തം അഭിപ്രായത്തിന് വലിയ കാര്യമൊന്നുമില്ല. അതാണ് ധർമ്മം, അതാണ് രാജധർമ്മം. ലിഖിതങ്ങളായ നിയമങ്ങൾക്ക് വിധേയമായല്ലാതെ സ്വന്തം അഭിപ്രായം കൊണ്ട് ഇതിനെയൊക്കെ, ഈ നിയമങ്ങളെയൊക്കെ തട്ടിക്കളയാൻ
ഒരു രാജാവിനും അന്ന് രാജധർമ്മപ്രകാരം അർഹത ഉണ്ടായിരുന്നില്ല. താൻ ശക്തനാണ്, താൻ തോന്നിയവാസം ചെയ്യും എന്ന് പറയാൻ ഒരു നല്ല കുലത്തിലുള്ള രാജാക്കന്മാരൊന്നും മനസ്സിരുത്തില്ല. അത് അസുര സ്വഭാവമാണ്. അസുരന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അസുര സ്വഭാവമുള്ള ആളുകളും അങ്ങനെ ചെയ്തു എന്ന് വരും. പക്ഷെ മര്യാദക്കാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ രാജധർമ്മം പരിപാലിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വംശമാണ് ഈ ചന്ദ്രവംശത്തിലെ കുരുവംശം. ആ വംശത്തിൽ വന്നിട്ടുള്ള ആളാണ് ഈ ശന്തനു. അതുകൊണ്ട് അദ്ദേഹം ആ ധർമ്മം പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം നടക്കില്ല, തനിക്ക് വാക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ ആശയിൽ നിന്ന് പിന്തിരിയാണ് ഉണ്ടാവുന്നത്. തന്നെ സപ്രസ് ചെയ്യണം, തന്റെ ആഗ്രഹങ്ങളെ അടക്കി അദ്ദേഹം വിഷാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിഷമമുണ്ട്, തന്റെ ആഗ്രഹം നടന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള വിഷമമുണ്ട്. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ദാസരാജാവിനെ കൊന്ന് ഇവളെ തട്ടിയെടുത്തോണ്ട് വരാമായിരുന്നു, അല്ലേ? ഭാവിയിലെ മകൻ അത് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഭീഷ്മർ അതേ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എവിടെ? കാശി രാജാവിന്റെ മക്കളെ തട്ടിയെടുത്തോണ്ട് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അച്ഛനും ചെയ്യാമായിരുന്നു, അല്ലേ? ചെയ്തുവോ? അല്ല, അദ്ദേഹം മര്യാദക്കാരനായതുകൊണ്ടാണ്. ആ രംഗത്ത് അദ്ദേഹം മര്യാദ പാലിച്ചു. ഈ ദാസരാജനും തന്റെ ഒരു പ്രജയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യത്തെയും അദ്ദേഹം ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ മകൾക്ക് ഇന്നതായിരിക്കണം ഭാവി എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ തലയെടുക്കുക, കാരാഗ്രഹത്തിൽ ഇടുകയോ ചെയ്തിട്ട് ഈ കന്യകയെ തട്ടിയെടുത്തോണ്ട് വരാവുന്ന അധികാരമുണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് ശരിയല്ല, ധർമ്മമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ മടങ്ങി വന്ന അദ്ദേഹം വിഷണ്ണനായി കഴിച്ചു കൂട്ടുന്നു. ആകെ പീഡിതനാണ് അദ്ദേഹം. ഇത് അച്ഛനോട് പല രീതിയിൽ ചോദിച്ചിട്ടും ഈ ദേവവ്രതൻ ചോദിച്ചിട്ടും അച്ഛൻ തുറന്നു പറയുന്നില്ല. കാരണം അത് ന്യായമല്ല എന്നറിയാം അച്ഛന്. അത് മര്യാദയല്ല, ശരിയല്ല എന്നറിയാം. അതുകൊണ്ട് തുറന്നു പറഞ്ഞില്ല. അദ്ദേഹം ഉള്ളിലെ ആ ദുഃഖം, വ്യസനം അടക്കിക്കൊണ്ടിരുന്നു. ഇത് പിന്നീട് ഈ ശന്തനുവിന്റെ സാരഥിയിൽ നിന്നാണ് ഈ ദേവവ്രതൻ മനസ്സിലാക്കുന്നതും അച്ഛന്റെ ആഗ്രഹം ഇന്നതാണ്, അത് നടക്കാത്തത് കൊണ്ടാണ് അച്ഛൻ വിഷാദിച്ചിരിക്കുന്നത്, അച്ഛന്റെ ദുഃഖത്തിന് കാരണം അതാണ്, അച്ഛൻ ഒരു കാര്യത്തിലും താല്പര്യമില്ലാതിരിക്കുന്നു, അത് ശരിയല്ല എന്നൊക്കെ ഈ മകന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അച്ഛന്റെ അനുവാദമില്ലാതെ, അച്ഛന്റെ സമ്മതമില്ലാതെ ബാക്കിയുള്ള പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ മന്ത്രിമാരോടോ ആരുടെയും സമ്മതം ചോദിക്കാതെ ഏകനായ ദേവവ്രതൻ ഒരു സാരഥിയും കൂട്ടിയിട്ടാണ്, സ്വയം തന്നെയാണ് ഈ ദാസരാജന്റെ ഗൃഹത്തിലേക്ക്, മുക്കുവ കുടിയിലേക്ക് അദ്ദേഹം പോകുന്നത്. അവിടെ ചെന്നു ഈ ദാസരാജനോട് അദ്ദേഹത്തിന്റെ മകളെ തന്റെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ദാസരാജൻ അച്ഛനോട് പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ മകനോടും പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനെതിരല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തന്നാൽ ഇവളിലുണ്ടാകുന്ന പുത്രന്മാർ വേണം അവിടുത്തെ യുവരാജാക്കന്മാരാകാനും പിന്നീട് രാജഭരണം ഏൽക്കാനും ആ സിംഹാസനത്തിൽ ഇരിക്കാനും. അതിനെനിക്ക് ഉറപ്പ് കിട്ടണം. എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ അച്ഛന് എന്ന് ഭീഷ്മരോട് തൻ്റെ ഇടത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോ വേണമെങ്കിൽ ഭീഷ്മർക്ക് തിരിച്ചു ചെയ്യാമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദാസരാജനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ച് ഈ അമ്മയെ കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വാഗ്ദാനം കൊടുത്തു. ഈ സത്യവതി ദേവിയിൽ ഉണ്ടാകുന്ന സന്തതികളായിരിക്കും അവിടുത്തെ രാജകുമാരന്മാർ, അവിടുത്തെ രാജാക്കന്മാർ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ അതിന് ഉറപ്പു പോരാന്ന് ദാസരാജാവ് പറയുന്നു. കാരണം അങ്ങ് വേണ്ടാന്ന് വെച്ചാലും അങ്ങയിലുണ്ടാകുന്ന സന്തതികൾ ഇവനേക്കാൾ ശക്തരാണെങ്കിൽ മത്സരിച്ച് രാജ്യം പിടിച്ചെടുത്താലോ അവർ അവകാശം ഉന്നയിച്ചാലോ അപ്പൊ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നുള്ള വാദം ഉന്നയിച്ചതായിട്ട് സമയത്താണ് ഈ ദേവവ്രതൻ കഠിനമായിട്ടുള്ള ഒരു വ്രതം എടുക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ളതായിട്ടുള്ള ഒരു പ്രതിജ്ഞ
അതാണ് ഭീഷ്മ പ്രതിജ്ഞ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭീഷ്മൻ എന്ന് വിളിക്കപ്പെട്ടത്. ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിജ്ഞ എടുത്തു അദ്ദേഹം. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി തുടരും എന്ന് വാഗ്ദാനം ചെയ്തു അദ്ദേഹം. അപ്പോഴാണ് ദാശരാജാവ് സമ്മതിച്ച് തൻ്റെ മകളെ സത്യവതിയെ ഈ മകന്റെ കൂടെ, ഈ ദേവവ്രതന്റെ കൂടെ അല്ലെങ്കിൽ ഭീഷ്മരുടെ കൂടെ ശന്തനുവിന്റെ അടുത്തേക്ക് അയക്കുന്നത്. അങ്ങനെ അമ്മയെയും കൂട്ടി വന്നതായിട്ടുള്ള ഈ ഭീഷ്മർ അമ്മയെ അച്ഛന് സമ്മാനിക്കുന്നു. ഇതാണ് അവിടെ നടന്ന സംഭവം. വാസ്തവത്തില് ഇവിടുന്നാണ് ഭീഷ്മർ എന്ന ആ എന്താ പറയുക എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന ആ മനുഷ്യന്റെ അധപതനം ആരംഭിക്കുന്നത്. അദ്ദേഹം ഇത്രയൊക്കെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ പണ്ഡിതനായിരുന്നിട്ടും അദ്ദേഹം അരുതാത്ത കാര്യങ്ങളാണ് പിന്നെ ചെയ്തതൊക്കെ. അദ്ദേഹത്തിന്റെ അറിവൊന്നും പിന്നെ പ്രായോഗികമായില്ല. ഒന്നാമത്, അച്ഛനെ വിവാഹം കഴിക്കാൻ മകൻ അല്ല ചെയ്യേണ്ടത്. മകനല്ല അച്ഛനുള്ള വിവാഹം കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം. പ്രായമായിട്ടുള്ള മകൻ യുവാവായി നിൽക്കുമ്പോൾ, യുവരാജാവായി നിൽക്കുമ്പോൾ ആ യുവരാജാവായ മകനെ വിവാഹം കഴിപ്പിക്കേണ്ടത് അച്ഛന്റെ ധർമ്മമായിരുന്നു. അച്ഛൻ മകനെ വിവാഹം കഴിപ്പിക്കുന്നതിന് പകരം ഈ വയസ്സുകാലത്ത് വാനപ്രസ്ഥത്തിന് പോകുന്നതിന് പകരം അദ്ദേഹം കാമിയായി സ്ത്രീ വിഷയത്തിൽ ദുഃഖിതനായി തീർന്നു. അത് ആ ശന്തനുവിന്റെ സ്വഭാവം കാണിക്കുന്നു. ആ ബ്രഹ്മലോകത്തെത്തിയിട്ടും ഗംഗയോട് കാണിച്ച അതേ സ്വഭാവം മാറിയിട്ടില്ല എന്നർത്ഥം. അദ്ദേഹത്തിന് ഗംഗയോടുകൂടെ എത്രയോ കാലം ദാമ്പത്യം അനുഭവിച്ചിട്ടും പിന്നെയും മതിയായിട്ടില്ല. പിന്നെയും അദ്ദേഹത്തിന് ഇന്ദ്രിയ ജയം നേടാനോ ജീവിത ലക്ഷ്യം എന്തെന്നറിയാനോ ആ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്താനോ സാധിച്ചിട്ടില്ല. അപ്പൊ എന്താണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ശാസ്ത്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാണ് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ. മനുഷ്യൻ ജനിച്ചാൽ സംസ്കാരം സ്വീകരിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവ് നേടണം. അതാണ് വൈദികമായ വിദ്യാഭ്യാസം. വേദങ്ങൾ ഗുരുകുലത്തിലിരുന്ന് പഠിക്കുമ്പോൾ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ലക്ഷ്യബോധം നേടിയെടുക്കണം. എന്താണ് ലക്ഷ്യം? മോക്ഷപ്രാപ്തിയാണ് പരമപുരുഷാർത്ഥം. അത് നേടാനുള്ളതാണ് മനുഷ്യജന്മം. മുൻ ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനും പരിഹാരം ചെയ്യാനും ആത്മജ്ഞാനം നേടാനുമുള്ളതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ജന്മമാണ് മനുഷ്യജന്മം. അതാണ് സഫലമാക്കേണ്ടത്. ആ ദുർലഭമായ മനുഷ്യ ശരീരം കിട്ടി ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കണം. അതിനാണ് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ. അപ്പൊ താൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് വയസ്സായി, ഇനി തനിക്ക് വാനപ്രസ്ഥനും സന്യാസിയുമായി പോകേണ്ട പ്രായമാണ് എന്ന് ഇദ്ദേഹം നിശ്ചയിച്ചിരിക്കണം. പക്ഷെ ആ പ്രായത്തിലും അദ്ദേഹത്തിന് കാമമുണ്ടാവുകയാണ്. എന്നിട്ട് മകൻ തനിക്കുള്ള ഭാര്യയെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ കണ്ടീഷനൊക്കെ വെച്ച് എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാനും അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളില് ആ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വീക്ക്നെസ് കൊണ്ട് അദ്ദേഹം അത് സ്വീകരിച്ചു. മകനെ പ്രശംസിച്ചു. മകന് തന്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും എന്നൊക്കെയുള്ള എന്താ വെച്ചാൽ തന്റെ ഇഷ്ടം സാധിച്ചതിന്റെ പ്രീതി പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില വരങ്ങളൊക്കെ കൊടുത്തു. ഇതല്ലെങ്കിലും വസിഷ്ഠന്റെ ശാപം കൊണ്ട് ദീർഘായുസാണ് ഈ ഭീഷ്മർ. ശന്തനു അനുഗ്രഹിച്ചില്ലെങ്കിലും അദ്ദേഹം ദീർഘായുസ് തന്നെയാണ്. പിന്നെ ഇതൊരു നിമിത്തം. അച്ഛന്റെ അനുഗ്രഹം സ്വച്ഛന്ത മൃത്യുവായിരിക്കുക നീ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ അനുഗ്രഹം കൊടുത്തു എന്നൊക്കെ അതിന് വ്യാഖ്യാനം. പറഞ്ഞു വന്നത്, ഈ അച്ഛൻ അത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. മകൻ ചെയ്ത ഈ ഒരു അധർമ്മത്തെ ചോദ്യം ചെയ്യണമായിരുന്നു. നിനക്ക് ഈ രാജ്യം ഉപേക്ഷിക്കാനുള്ള അർഹതയില്ല. കാരണം പ്രജകൾ നിന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. നീ സ്വതന്ത്രനല്ല. നിനക്ക് സ്വേച്ഛയാ അച്ഛന് വേണ്ടി രാജ്യത്തെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. നീ ഇപ്പൊ രാജ്യത്തിന്റെ പൊതുമുതലാണ്.
ഭീഷ്മർ യുവരാജാവായി കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ധർമ്മത്തിനേക്കാൾ മുഖ്യധർമ്മം അദ്ദേഹത്തിന് രാജധർമ്മമാണ്. ഇവിടെ ധർമ്മങ്ങൾക്ക് മുഖ്യധർമ്മം, ഗൗണധർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയണം. മുഖ്യധർമ്മം, ഗൗണധർമ്മം. അതിൽ ഗൗണധർമ്മമാണ് അദ്ദേഹത്തിന് അച്ഛനോടും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഉള്ളതായിട്ട് ധർമ്മം. അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം ഒരു ക്ഷത്രിയൻ എന്ന എല്ലാ യോഗ്യതയും വെച്ച് അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം രാജ്യത്തോടാണ്. രാജ്യത്തോടായിരിക്കണം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്. അത് അദ്ദേഹം പിന്നെയും കാണിക്കുന്നുണ്ട്. രാജ്യത്തോടുള്ളതായിട്ട് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, അദ്ദേഹം ഒരു ക്ഷത്രിയനാണ് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ഷത്രിയൻ അപ്പൊ രാജധർമ്മമാണ് മുഖ്യധർമ്മം. ആ രാജധർമ്മം എന്ന മുഖ്യധർമ്മം വെടിഞ്ഞ് അദ്ദേഹം പുത്രധർമ്മം എന്ന ഗൗണധർമ്മത്തെ പ്രധാനമായി കരുതി. അദ്ദേഹത്തിന്റെ പുത്രധർമ്മം ഗൗണധർമ്മമാണ്. യുവരാജാവായതോടുകൂടി ഹീസ് നോട്ട് ഇൻഡിപെൻഡന്റ്, അയാൾ സ്വതന്ത്രനല്ല. അത് നമ്മുടെ ശ്രീരാമനിൽ നിന്ന് പഠിക്കണം. ശ്രീരാമന് മുഖ്യധർമ്മം, ഗൗണധർമ്മം കൃത്യമായിട്ട് അദ്ദേഹം ലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ അച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ പോയത് രാജാവായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് അഭിഷേകം കഴിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും പോകില്ലായിരുന്നു. യുവരാജാവായി അഭിഷേകം കഴിച്ചിരുന്നെങ്കിൽ പോകാൻ പാടില്ല, രാമൻ പോകില്ല. ഇത് അഭിഷേക വിഘ്നമാണ് ഉണ്ടായത്. അഭിഷേകത്തിന് മുമ്പേയാണ് അച്ഛന് വേണ്ടി കാട്ടിലേക്ക് പോകുന്നത്. അപ്പോ രാജാവ് എന്ന പദവിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിട്ടില്ല രാമന്റെ ഭാഗത്ത് നിന്ന്. അഭിഷേകം കഴിക്കുക എന്നുള്ളത് ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് തുല്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം പുത്രൻ മാത്രമാണ്. അഭിഷേകം കഴിയുമ്പോഴേ രാജാവായി, യുവരാജാവായി തീരുന്നുള്ളൂ. അതിന്റെ തലേ ദിവസമാണിത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അഭിഷേകത്തിന് പുലർച്ചെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷിക്തനാവാത്തത് കൊണ്ട് അദ്ദേഹം ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് വെറും പുത്രനാണ്, അദ്ദേഹം രാജാവായിട്ടില്ല. ഇപ്പൊ രാജാവാകാത്തത് കൊണ്ട്, വെറും പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് പുത്രധർമ്മമാണ് മുഖ്യധർമ്മം. അച്ഛനോടുള്ള, രാജാവായ ദശരഥനോടുള്ള അദ്ദേഹത്തിന്റെ ആജ്ഞയെ പാലിക്കുക എന്നുള്ളതാണ്. ആ രാജാവിനെ സത്യസന്ധനാക്കി തീർക്കുക, അച്ഛന്റെ സത്യവാക്യത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതൊക്കെയാണ് പുത്രധർമ്മം. ആ പുത്രധർമ്മമാണ് രാമൻ അനുഷ്ഠിച്ച് കാണിക്കുന്നത്. അതിനെ കോപ്പിയടിക്കാൻ ശ്രമിക്കരുത് ആര്? ഭീഷ്മര്. കാരണം ഭീഷ്മർ ഇപ്പോ ഏത് പദവിയിലാണ്? സ്വതന്ത്രനായിട്ടുള്ള പുത്രനല്ല, അദ്ദേഹം ജനങ്ങളുടെ സ്വന്തമാണ്. ജനങ്ങളാണ് ഭീഷ്മരുടെ അവകാശി. ജനങ്ങൾ ഓൾറെഡി ഭീഷ്മരുടെ സ്വന്തമായി കഴിഞ്ഞു. അവരുടെ നാഥനായി, അവരുടെ നായകനായി, അവരുടെ രക്ഷകനായി ഭീഷ്മരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ജനങ്ങൾ. ആ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയാണ് ഭീഷ്മർ ഈ ശപഥത്തിലൂടെ ചെയ്തത്. ഇത്രയും ജനങ്ങളുടെ പ്രതീക്ഷയുടെ മുകളിൽ ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയായ യുവരാജാവായി തീർന്ന, എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റിയ സർവജ്ഞനായ, സർവശക്തനായ, പുരുഷോത്തമനായ ഒരു രാജാവിനെ പ്രജകൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ മുഴുവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട്, അവരെ മുഴുവൻ നിന്ദിച്ചുകൊണ്ട്, ധിക്കരിച്ചുകൊണ്ട്, ഒരു അച്ഛന്റെ കാമത്തിന് വേണ്ടി, അച്ഛന്റെ കാമസാഫല്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത ഭീഷ്മർ, അവിടുന്നാണ് പതനം ആരംഭിച്ചത്. ഭയങ്കരൻ എന്നാണ് ഭീഷ്മർ എന്ന വാക്കിന്റെ അർത്ഥം. യഥാർത്ഥ ആ അർത്ഥം, ഭീഷ്മർ എന്ന പദവിയുടെ അർത്ഥം, ആ പേരിന്റെ അർത്ഥം ഭീഷ എന്ന് പറഞ്ഞാൽ ഭയം. തന്റെ ശക്തി കൊണ്ട്, തന്റെ പൗരുഷം കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്നവൻ എന്നാണ് ഭീഷ്മർ എന്ന പദവിക്ക് അർത്ഥം, ആ പേരിനർത്ഥം. അപ്പൊ പൗരുഷമുണ്ട് അദ്ദേഹത്തിന്. ആ പൗരുഷം കൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്, നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ദേവന്മാരെ വെല്ലുവിളിക്കുകയാണ്, പ്രപഞ്ചത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം അറിയുന്ന ധർമ്മശാസ്ത്രങ്ങളെ അദ്ദേഹം ലംഘിച്ചു. അദ്ദേഹം ശരശയ്യയിൽ കിടന്നുകൊണ്ട് പറയുന്ന രാജധർമ്മങ്ങളുടെ ലംഘനം അദ്ദേഹം ഇവിടെ ചെയ്തു. അദ്ദേഹം ഇനി കിടന്ന് പറയാൻ പോകുന്നുണ്ട്. എവിടെ? മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 58 ദിവസം അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്നുണ്ട്. ആ 58 ദിവസം ശരശയ്യയിൽ കിടന്നുകൊണ്ട്
യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് രാജധർമ്മം ഉപദേശിക്കേണ്ട യുധിഷ്ഠിരന്. ആ രാജധർമ്മങ്ങളുടെ മുഴുവൻ ലംഘനം എവിടെ കാണാം? ഭീഷ്മരുടെ പ്രവൃത്തികളിൽ കാണാം. അപ്പൊ താൻ ഉപദേശിച്ചതൊന്ന് വേറെ, താൻ പ്രവർത്തിച്ചതൊന്ന് വേറെ. ഇതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മള് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ രാജധർമ്മം മുഴുവൻ വായിച്ച ശേഷം വേണം നമ്മള് മഹാഭാരതം 1 എന്ന് വായിക്കാൻ. മഹാഭാരത കഥ വായിക്കാൻ തുടങ്ങണമെങ്കിൽ ആദ്യം അപ്പുറത്തുനിന്ന് വായിച്ച് ധർമ്മങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണം തിരിച്ചൊരു വായന ചെയ്യാൻ. ഇവിടെ എന്താ പറയുക, പരീക്ഷ കഴിഞ്ഞിട്ടാണ് പഠിപ്പുണ്ടായത്. നമ്മളൊക്കെ പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതുക, അല്ലെ? പരീക്ഷ സാധാരണ നമ്മുടെയൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ പഠിപ്പ് കഴിഞ്ഞിട്ട് പരീക്ഷ. ഇവിടെ ജീവിത പരീക്ഷകൾ മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ പഠിപ്പ് ഉറച്ചത്. ആരുടെ? ഭീഷ്മരുടെ പഠിപ്പ് ഉറച്ചത്. ശരശയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് മുഴുവൻ, താൻ പഠിച്ച തിയറികളൊക്കെ സത്യമാണ് എന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ശരശയിൽ കിടന്നുകൊണ്ടാണ്. അപ്പൊ എന്താ ഇവിടെ ഉണ്ടായ പ്രശ്നം? അച്ഛനെ വയസ്സുകാലത്ത് അദ്ദേഹത്തിന്റെ മോക്ഷമാർഗത്തിൽ പോകുന്നതിന് പകരം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സംസാരിയാക്കി മാറ്റി. ആ ഒരു പാതകവും ചെയ്തു. ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചു, രാജധർമ്മം ലംഘിച്ചു, അച്ഛനെ സംസാരിയാക്കി മാറ്റി. ആ അച്ഛൻ പിന്നെ ഒരു കാമുകനായി തീരുകയാണ്. ഈ സത്യവതിയിൽ വളരെയധികം കാമുകനായിട്ട് ആ സത്യവതിയിൽ രമിക്കുന്ന ശന്തനുവിനെ കാണാം. അതിനുശേഷം അദ്ദേഹത്തിന് അധികം താമസിയാതെ ആയുസ് നഷ്ടപ്പെടുകയാണ്. ഭോഗങ്ങളിൽ മുഴുകിയത് കാരണം, ഭൗതിക ഭോഗങ്ങളിൽ, ദാമ്പത്യ സുഖങ്ങളിൽ രമിച്ചത് കാരണം അല്പായുസ്സായി. അദ്ദേഹത്തിന് പിന്നെ വാനപ്രസ്ഥം പോകേണ്ടി വന്നില്ല, സന്യാസം പോകേണ്ടി വന്നില്ല. അപ്പോ ശന്തനുവിന്റെ ജീവിതം പാതിയിൽ ടെർമിനേറ്റഡ് ആയി. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വർണ്ണാശ്രമ ധർമ്മപ്രകാരമുള്ളതായിട്ടുള്ള ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥ സന്യാസം എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പ്രാപിക്കാൻ ശന്തനുവിനെ അനുവദിച്ചില്ല. ശന്തനു ഗതി കിട്ടാത്തവനായി തീർന്നു. ഭാര്യയോടുള്ള അമിതകാമം കൊണ്ട് അല്പായുസ്സായിട്ട് അദ്ദേഹം രോഗിയായിട്ട് മരിക്കുകയുണ്ടാവുന്നത് 2 പുത്രന്മാരെ ജനിപ്പിച്ച ശേഷം. അപ്പൊ അച്ഛനെ വഴിതെറ്റിച്ചു, സ്വയം വഴിതെറ്റി. നോക്കാം നമുക്ക് എന്താണ് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ചെയ്യേണ്ടിയിരുന്നത്. ബ്രഹ്മചര്യ ധർമ്മം പറയുമ്പോൾ 2 തരം ബ്രഹ്മചാരിമാരുടെ ഗുരുകുലത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിയുന്നത് വരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പിന്നെ സമാവർത്തനം കഴിഞ്ഞ് തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുന്നവനെ ഉപകുർവാണൻ എന്ന് പറയും. തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുന്നില്ല, ഞാൻ സന്യാസ ജീവിതം നയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നവനെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയും. ഇങ്ങനെ 2 തരം, ഒന്ന് ഉപകുർവാണൻ, ഒന്ന് നൈഷ്ഠികൻ. 2 ബ്രഹ്മചര്യമാണ്. അതിൽ ഉപകുർവാണൻ സമാവർത്തനം കഴിഞ്ഞു, ഇനി അവൻ എലിജിബിൾ ബാച്ചലർ, എന്തിനെ വിവാഹം കഴിക്കാൻ സന്നദ്ധനാണ്. നമ്മുടെ കർദമ പ്രജാപതിയുടെയൊക്കെ കഥ പോലെ, പ്രജാപതിമാരുടെ കഥ പോലെ അവർ വിവാഹം കഴിക്കാനായിട്ട് ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വിവാഹം കഴിച്ച് പ്രവൃത്തി ധർമ്മത്തിലേക്ക് ഏർപ്പെടുന്നു. മറ്റൊരു കൂട്ടർ നൈഷ്ഠിക ബ്രഹ്മചാരി നിവൃത്തി നിരതനായിട്ട് പോകണം. അവന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ ഗുരുകുലത്തിൽ വസിച്ചുകൊണ്ട് ഗുരു ശുശ്രൂഷ, അല്ലെങ്കിൽ പരിവ്രാജകനായി സന്യാസം. ഇതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി ചെയ്യേണ്ടിയിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ഗുരുകുലത്തിൽ വസിച്ചുകൊണ്ട് ഗുരു ശുശ്രൂഷ, അല്ലെങ്കിൽ പരിവ്രാജകനായ സന്യാസി. ഭീഷ്മർ ഇത് രണ്ടുമാണോ സ്വീകരിച്ചത്? എന്താണ് ചെയ്തത് ഭീഷ്മർ താൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഒട്ടിപ്പിടിച്ച് ഇരുന്നു. ഛർദിച്ചതിനെ തിന്നു. ഇതാണ് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം പറയുമ്പോ ഭാഗവതത്തില് 7ാം സ്കന്ധത്തില് പ്രഹ്ലാദന് നാരദ മഹർഷി വർണ്ണാശ്രമ ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് എല്ലാം സന്യസിച്ച്, എല്ലാം വേണ്ടാന്ന് വെച്ച് ഗൃഹം വെടിഞ്ഞു പോയി
പിന്നെയും സംസാരിയായി തീരുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവൻ വാന്താശിയാണ് എന്ന് പറയും. വാന്താശി എന്ന് പറഞ്ഞാല് വാന്തിയെടുത്തതിനെ, വമിച്ചതിനെ, വൊമിറ്റ് ചെയ്തതിനെ വീണ്ടും അശിക്കുന്നവൻ, ഛർദിച്ചതിനെ തിന്നുന്നവൻ എന്നാണ് അർത്ഥം. വാന്താശി. ഇവിടെ ഭീഷ്മരെ നമുക്കൊരു വാന്താശിയായിട്ട് കാണാം. കാരണം അദ്ദേഹം ഇനിയും ചിരകാലം ഈ സിംഹാസനത്തിന്റെ കാവൽക്കാരനായി, അവിടെയുള്ള സിംഹാസനത്തിൻ്റെതായിട്ടുള്ള പരിരക്ഷയിൽ അല്ലെങ്കിൽ പ്രിവിലേജസ് അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ ഒട്ടി നിൽക്കുന്ന, അധികാരത്തിൽ ഭ്രമമുള്ള, അധികാരത്തിന് വിധേയത്വമുള്ള, ധനത്തിന്റെ അടിമയാണ് താനെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഭീഷ്മര്. വിത്തസ്യ ദാസാ സർവേബി എന്ന് തന്റെ അപരാധങ്ങളെ കുറിച്ച് വ്യാസൻ ചോദ്യം ചെയ്തപ്പോൾ ഈ ഭീഷ്മർ തുറന്ന് പറയുന്നുണ്ട്, വിത്തസ്യ ദാസാ സർവേബി, സർവേ അഭി വിത്തസ്യ ദാസാഹ. എല്ലാരും ധനത്തിന്റെ ഭൃത്യന്മാരാണ്, ദാസന്മാരാണ്. സ്വയം പറഞ്ഞതാ, സ്വയം പറഞ്ഞതാ. വ്യാസൻ വിത്തത്തിന്റെ ദാസനൊന്നുമല്ല. ഭൂരിപക്ഷത്തെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം. ജനങ്ങൾ സുഖസൗകര്യങ്ങളുടെ പുറകെയാണ്, ഭൗതിക സുഖങ്ങളുടെ പുറകെയാണ് എല്ലാവരും. ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇതാണ് ഭീഷ്മരെ കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ ധാർമ്മികമായി വിലയിരുത്തുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം. ഭീഷ്മരുടെ പ്രവൃത്തികളെയൊക്കെ നമുക്ക് ഓരോന്നോരായി നാളെ കാണാം. ഇന്നിപ്പോ സമയം വൈകി. ഓരോ പ്രവൃത്തികളും എങ്ങനെ അധാർമികമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെയാണ് അദ്ദേഹത്തെ ആരാധിച്ചിരിക്കുന്നത്. ഭീഷ്മരെ നമുക്ക് ആരാധിക്കാം. ഏത് ഭീഷ്മരെ ആരാധിക്കാം? ശരശയ്യയിൽ കിടന്നുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത, തന്റെ തെറ്റുകൾക്കൊക്കെ 58 ദിവസം ശരശയ്യയിൽ കിടന്നുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത, ഈശ്വര നിശ്ചയമാണ് വലുത്, വിധിയാണ് വലുത്, പൗരുഷം ഇവിടെ ഒന്നുമല്ല, പൗരുഷം കൊണ്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല, ഈശ്വരൻ തന്നെയാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച, വിഷ്ണു സഹസ്രനാമം പറഞ്ഞ, ഭഗവാനെ സ്തുതിച്ച, തന്റെ അപരാധങ്ങളൊക്കെ ഏറ്റുപറയും പോലെ പറഞ്ഞ ആ ശുദ്ധനായിട്ടുള്ള ഭീഷ്മർ, അദ്ദേഹം പരിശുദ്ധനായിട്ട് തന്നെയാണ് പോയത്. ആ ശരശയിൽ കിടന്ന ഭീഷ്മരെ നമുക്ക് വണങ്ങാം. നമുക്ക് അദ്ദേഹത്തെ പിതാമഹനായി, ആചാര്യനായി, ഗുരുവായി, ദിവ്യനായി ഒക്കെ വണങ്ങാം. ആ ശരശയിൽ വീഴുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നോരോന്നെടുത്ത് നോക്കിയാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ധാർമ്മികമായി ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നാളെ ഭീഷ്മരെ തന്നെ പിന്തുടരാം. ഇന്നിപ്പോ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നാളെ നമുക്ക് തുടരാം. ഇന്ന് വൈകിപ്പോയി, ക്ഷമിക്കുക. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം. നാളെ രാവിലെ ദക്ഷിണാമൂർത്തി, വൈകിട്ട് ഭഗവത്ഗീത.